എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാം, എന്നാലും ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഫ്രഷേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണിത് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചപ്പാത്തി ഇപ്പോൾ ഒരു ഇതിൽ കുറച്ചൊരു 10-12 ചപ്പാത്തി നമുക്കിതിൽ ഉണ്ടാക്കാം. ചപ്പാത്തി പൊടി എടുക്കുക, എന്നിട്ട് കുറച്ച് ഉപ്പ് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കണം. വെള്ളം എപ്പോഴും കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ചൊരിക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് അതൊന്ന് കുഴക്കും. നമുക്ക് ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളം എത്ര വേണം, ഇനിയും വെള്ളം വേണം എന്നൊക്കെ. ഇപ്പോൾ കയ്യുമ്പോൾ ഇങ്ങനെ ആവത് കണ്ടിട്ടാണെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ ആവുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായി കുഴച്ച് ഇങ്ങനെയായി, നല്ല സോഫ്റ്റ് ഉണ്ട്, വെള്ളമൊക്കെ പാകമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഓയിലായാലും മതി തടവിയിട്ട് അതൊന്ന് തടവിയിട്ട് ഇങ്ങനെ ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് കുഴയ്ക്കുക. ചപ്പാത്തി സോഫ്റ്റ് ആവാൻ ഇങ്ങനെയൊക്കെ നന്നായി കുഴച്ച് എത്രയും നമ്മൾ കുഴക്കണോ അത്രയും ചപ്പാത്തി നന്നാവും, സോഫ്റ്റ് ആവും. അപ്പം നമ്മുടെ ഈ ചപ്പാത്തി കുഴച്ച് എണ്ണയൊക്കെ തടവി നന്നായിട്ട് കുഴച്ച് റെഡിയായിരുന്നു. ഇത് നമുക്ക് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഓക്കെ, നമുക്ക് 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയപ്പോൾ നമുക്ക് ഇതിൽ ബോൾസ് ആക്കണം. ഓരോ ബോൾസ് ആക്കിയിട്ട് ചെറുതോ വലുതോ എങ്ങനെ എത്രയും വലിയ ചപ്പാത്തിയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആക്കാം. ഞാനൊരു 2 ചപ്പാത്തി നമുക്ക് എങ്ങനെ പരത്താൻ കാണിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 4 ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തുറന്ന് വയ്ക്കരുത് ഒരിക്കലും, പിന്നെ മൂടി വയ്ക്കണം. പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടി ആവശ്യമുണ്ട്, ചപ്പാത്തി പൊടി ഞങ്ങളത് പരത്തുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ചപ്പാത്തി പരത്താന്നുള്ളത് ഓരോന്നായി കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇങ്ങനെ നാട്ടിനെ കുറച്ച് ഇങ്ങനെ പരന്ന് കിട്ടും. ഡിപ്പ് ചെയ്തിട്ട് കനല്ലാണ്ട് പരത്തണം. വല്ലാണ്ട് കനം കുറയും വേണ്ട, എന്നാൽ കനം കട്ടി പാടുമില്ല. അങ്ങനെയാണ് നമ്മുടെ ചപ്പാത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തും. പിന്നെ
എങ്ങനെ ചുട്ടെടുക്കാൻ നമുക്ക് നോക്കാം. ഇതിന് നല്ലത് നമുക്കൊരു കാസ്റ്റ് അയണിൻ്റെ ഒരു തവയാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണുള്ളത്. ഞാൻ ഇതിൽ വെച്ചിട്ട് കാണിച്ചു തരാം. നല്ല ചപ്പാത്തി തവ നല്ല പോലെ ചൂടാവണം. എന്നിട്ട് നമുക്ക് ഇത് ഇരിക്കിടാം. ഇപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കരുത്. ഇതിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഒട്ടാൻ പാടില്ല ചപ്പാത്തി. അതിങ്ങനെ അപ്പോൾ അതായത് ഇതിലിങ്ങനെ ഇങ്ങനെ മേലെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ആദ്യത്തെ മാറ്റണം നമുക്ക്. പിന്നെ ഈ രണ്ടാമത്തെ വശം നമുക്ക് നല്ലോണം ഫുള്ളായിട്ട് വേവണം. കാണിച്ചു തരാം. ആയിട്ടില്ല, നന്നായിട്ട് ആവണം. അതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. ഇത് നല്ലൊരു ക്ലീൻ ടവലെടുത്തിട്ട് ഫസ്റ്റ് നടുവിൽ വെച്ചിട്ട് അമർത്തിയിട്ട് പിന്നെ നല്ലോണം അമർത്താം. കണ്ടില്ലേ, നല്ല നന്നായി പൊങ്ങി വന്ന് നല്ല പെർഫെക്റ്റ് നമ്മുടെ ചപ്പാത്തിയായി. നല്ല ഒരു മാറ്റണം. കണ്ടില്ലേ, രണ്ട് പുറം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ചപ്പാത്തി. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരേ കനത്തിലായിരിക്കണം. നല്ല നല്ല മുമ്പിൽ കാണിച്ചു തരാം. തവ നല്ലവണ്ണം ചൂടാവണം. എന്നിട്ട് ഫസ്റ്റ് ആദ്യം ഇത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കണം നല്ലോണം. ആദ്യം ഇടുന്നത് അധികം നേരം വെക്കരുത്, ഉടനെ വേഗം മാറ്റണം. ഇനി സെക്കൻഡ് നമ്മളിത് ചെയ്യുന്നത് ഫുൾ കുക്കാവണം. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നോക്കി നോക്കാം ആയോ ഇല്ല, ഒന്നും കൂടി ആവണം. അപ്പോൾ അത് ഫുൾ വെന്ത് കഴിഞ്ഞ് നമുക്ക് മാറ്റാം. ഇനി നടുവിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക, പിന്നെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് പൊങ്ങി. ഇനി മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് വേണിച്ച് തടവി. അത് വേണമെങ്കിൽ മാത്രം മതി. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ചപ്പാത്തി നമ്മുടെ ഇവിടെ ഈ പശു വന്നെടുക്കണം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിത് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറയ്ക്കാൻ പാടില്ല. ഞാൻ ഈ കാണിച്ച് തന്ന മരിക്കുന്നേ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് ചപ്പാത്തി കിട്ടും. ആദ്യം നമ്മൾ ഇടുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അത് കുറച്ച് നേരം അവിടെ വെക്കാൻ പാടുള്ളൂ. പിന്നെ മറിച്ചിട്ടിട്ട് ഫുൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ മറിച്ചിട്ടിട്ട് നടുവിൽ വെച്ചിട്ട് അമർത്തണം ക്ലോത്ത് കൊണ്ട്. എന്നിട്ട് സൈഡിൽ അമർത്തിയിട്ട് അത് നല്ല പൊള്ളച്ച് വരും. അപ്പോഴാണ് നമ്മുടെ ചപ്പാത്തി പെർഫെക്റ്റ് ആവുക. ഇപ്പോൾ 2 പ്രാവശ്യം നല്ല വേവണം കണ്ടില്ല, അല്ലെങ്കിൽ വയറുവേദന ഒക്കെ ഉണ്ടാവും വെന്തിട്ടില്ലെങ്കിൽ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് ഉറപ്പായാലും അറിയിക്കണം.